അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 238, 239 എന്നിങ്ങനെ 2 ആയത്തുകൾ മാത്രമാണ്. 237 ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. തിബ്ബിൽ ഖുലൂബ് നിലമേൽ എന്ന് യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കിയാൽ നമ്മളുടെ മുൻകഴിഞ്ഞ എല്ലാ വീഡിയോകളും കാണാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അപ്പോൾ 238, 239 എന്നീ ആയത്തുകളാണ്. നോക്കാം. എല്ലാവർക്കും ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആശംസകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. നല്ലതുപോലെ മനസ്സിലാക്കണം. ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. എല്ലാ നമസ്കാരങ്ങളെയും നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഉത്കൃഷ്ടമായ നമസ്കാരം. പ്രത്യേകിച്ച് ഉത്കൃഷ്ടമായ നമസ്കാരം കൂടുതലും ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് അസർ നമസ്കാരത്തെ സംബന്ധിച്ചെന്നാണ്. മനസ്സിലായി? വീണ്ടും അല്ലാഹു പറയുകയാണ്, വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അല്ലാഹുവിൻ്റെ മുന്നിൽ നമസ്കാരത്തിനായി വരുമ്പോൾ അങ്ങേയറ്റത്തെ ഭക്തിയോടും വിനയത്തോടും ഭംഗിയോടും കൂടി നിൽക്കുകയും ചെയ്യണം കേട്ടോ. അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ
നല്ല ഭയഭക്തി വേണം കേട്ടോ. അള്ളാഹുവിനെ വല്ലാതെ ഭയക്കണം കേട്ടോ. നല്ല വിനയത്തോടുകൂടി അന്തസ്സായ രീതിയിൽ അള്ളാഹുവിനോട് ഇഷ്ടം വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണം കേട്ടോ. മാത്രവുമല്ല നല്ല വൃത്തി വേണം, നല്ല സുഗന്ധം വേണം. അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുമ്പോൾ അവൻ ആ അടിമയെ നോക്കുകയാണ്. അങ്ങനെ ആ അടിമയെ നോക്കുമ്പോൾ അള്ളാഹു ആദ്യമായി നോക്കുന്നത് അവന് ഭക്തിയുണ്ടോ, അവനെന്നെ പേടിയുണ്ടോ, അവന് വിനയമുണ്ടോ, അവന് ശുദ്ധിയുണ്ടോ, അവന് വൃത്തിയുണ്ടോ, അവന് നല്ല ഭംഗിയുണ്ടോ, അവൻ്റെ വസ്ത്രങ്ങൾ നല്ലതാണോ എന്നിങ്ങനെ ഇത്യാദി കാര്യങ്ങൾ അള്ളാഹു നോക്കുന്നതാണെന്ന് നമുക്ക് ഈ ആയത്തിൽ കൂടി മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നല്ല വസ്ത്രങ്ങൾ സുഗന്ധം പൂശി വേണം അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കാരത്തിനായി നിൽക്കാൻ. അല്ലാതെ ഏറ്റവും പഴയത് നോക്കി നിസ്കാരത്തിന് തിരഞ്ഞെടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും കൂറ കൈലിയൊക്കെ എടുത്തുകൊണ്ടാണ് ചിലർ പള്ളികളിൽ നമസ്കരിക്കാൻ വരുന്നത്. അത് പാടില്ല. ഏറ്റവും മുന്തിയ വസ്ത്രമായിരിക്കണം നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ നാം ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഫൈൻ ഹഫ്തും ഫരിജാലൻ ഔ റുക്ബാന. ഇങ്ങനെ ഫൈൻ ഹഫ്തും ഫരിജാലൻ ഔ റുക്ബാന. നിങ്ങൾ ശത്രുവിൻ്റെ ആക്രമണം ഭയപ്പെടുകയാണെങ്കിൽ കാൽനടയായോ വാഹനത്തിൽ ഇരുന്നു കൊണ്ടോ നമസ്കരിക്കണം കേട്ടോ. അവിടെ നിങ്ങൾ കിബിലയെ അഭിമുഖീകരിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ശത്രുക്കളുടെ ഭയപ്പാടുണ്ട്. ഇന്നിപ്പോൾ യു പിയിലൊക്കെ നമ്മളെ ഈ കേരളം തമിഴ്നാട് വിട്ടു പോയാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഭയപ്പാടോടുകൂടി മാത്രമേ മുസ്ലിമീങ്ങൾക്ക് നമസ്കാരത്തിനായി പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഭയപ്പാടുകൾ നമുക്ക് വന്നാൽ കിബിലയൊന്നും നോക്കണ്ട. നമ്മൾ വാഹനത്തിലാണെങ്കിൽ അതിലിരുന്നു കൊണ്ട് അങ്ങ് നമസ്കരിക്കാം, അല്ലെങ്കിൽ നടന്നുകൊണ്ട് നിസ്കരിക്കാം, ഓടിക്കൊണ്ട് നിസ്കരിക്കാം. നമ്മൾ ആ ചെല്ലും ചേരും ഒക്കണം എന്ന് മാത്രം. മനസ്സിലായി? ആ ഭയപ്പാട് മാറിയാൽ നീ അള്ളാഹുവിനെ നോക്കാം. നമുക്ക് അടുത്ത ആയത്തിൽ ഫൈദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമകും മാ ലം തകൂനൂ തഅലമൂൻ. എങ്ങനെയാണ് അള്ളാഹു പറയുന്നത്? ഫൈദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമകും മാ ലം തകൂനൂ തഅലമൂൻ. പിന്നീട് നിങ്ങൾ സമാധാന അവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞാൽ സാധാരണ സമ്പ്രദായം അനുസരിച്ച് നമസ്കരിക്കുക. അതായത് നിങ്ങൾക്കറിവില്ലാതിരുന്നതും അവനെന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതുമായ രൂപത്തിൽ നമസ്കരിക്കണം കേട്ടോ. ഭയപ്പാടുണ്ട് എങ്കിൽ നമുക്ക് നമസ്കാരത്തിന് ഒരുപാട് ഇളവുകളുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും അള്ളാഹു എങ്ങനെയാണോ നമ്മളോട് നമസ്കരിക്കാൻ പറഞ്ഞത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? നമസ്കരിക്കുക. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ആയത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ആലാപനത്തിലേക്ക് പോകാം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാഹും പറയുന്നു, മുറ പോലെ വീട്ടുവാൻ നിസ്കാരം തന്നാണേ, കളിയല്ല ഓർക്കേണേ. ശത്രുവിൻ പേടിയും ഉള്ളൊരു സമയവും കഴിയുന്ന രീതിയിൽ നമസ്കാരം നിറവേറ്റി
എന്തൊരു ഗൗരവം നമസ്കാരം തന്നാണേ, അല്ലാ പറഞ്ഞതാ വരുത്തല്ലേ മുടക്കവും. വളരെ ശ്രദ്ധാപൂർവം നമ്മളിത് മനസ്സിലാക്കണം. ഭയപ്പാടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നടന്നുകൊണ്ട് നമസ്കരിക്കൂ. അല്ലെങ്കിൽ വാഹനത്തിലാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നമസ്കരിക്കും. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കൂ. എന്നാലും നിങ്ങൾ നമസ്കാരം ഒഴിവാക്കല്ലേ എന്നാണ് അള്ളാഹു പറയുന്നത്. എത്ര ഗൗരവമാണ്! എത്രയോ മുസ്ലിം സഹോദരങ്ങൾ പേര് മാത്രമുണ്ട് മുസ്ലിം. നമസ്കാരമെന്ന് പറയുന്ന ആ സാധനമേ ഇല്ല. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്നവർ, നമ്മളുടെ നമസ്കാരം ഒരിക്കലും മുടക്കരുത്. അല്പസ്വല്പമൊക്കെ ഖളാ ആയാലും ആ ഖളാ വീട്ടുക. നമ്മൾ യഥാവിധി നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്നവരാകണം. മനസ്സിലായി? കാരണം അത്രയും താക്കീതോടുകൂടിയാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ പോലും നിങ്ങൾ നടന്നുകൊണ്ട് നിസ്കരിക്കൂ, അല്ലെങ്കിൽ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിസ്കരിക്കൂ. അപ്പോൾ നിങ്ങൾ കിബിലയൊന്നും നോക്കണ്ട, എന്നാലും നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യണം, നമസ്കരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നമസ്കാരത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി എല്ലാവരും മുടങ്ങാതെ നമസ്കരിക്കണം എന്നൊരു വസിയത്ത് കൂടി ഞാൻ നിങ്ങളോട് ചെയ്യുകയാണ്. നിസ്കാരം അതിനായി ഒരുവനും ചെന്നാലോ, റബ്ബിൻ്റെ മുന്നിലും എളിമയും ഭക്തിയും. ഒരു മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ അവൻ്റെ മുന്നിലേക്ക്, നിസ്കാരപ്പായയിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് ചെന്നാൽ അവന് എളിമ വേണം കേട്ടോ, അവന് ഭക്തി വേണം കേട്ടോ. ഞാൻ വലിയവനാണ്, ഇങ്ങനെയുള്ള ഗർവൊന്നും കാണിക്കാതെ എളിമ വേണം കേട്ടോ, ഭക്തിയും വേണം കേട്ടോ. അങ്ങനെയുള്ളവൻ്റെ നമസ്കാരമാണ് റബ്ബിന് ഇഷ്ടം കേട്ടോ. വൃത്തിയും ഭംഗിയും ആകെയും ജോറായി ഇതുപോലെ വേണമേ നിസ്കാരം നിറവേറ്റാൻ. വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം, ഭംഗിയുള്ള വസ്ത്രമായിരിക്കണം, വലിയ നല്ല ജോറായി വേണം, ഉഷാറായി വേണം. അല്ലാഹുവിൻ്റെ മുന്നിൽ അവനെ വണങ്ങുവാൻ ഞാനും നിങ്ങളും നിൽക്കേണ്ടത് കേട്ടോ. ഏറ്റവും കീറിപ്പറഞ്ഞ് നശിച്ച കരിമ്പേനും അടിച്ച വൃത്തികെട്ട വസ്ത്രമായിട്ടാണ് ചിലർ നിസ്കരിക്കാൻ വരുന്നത്. അത് പാടില്ല. ഏറ്റവും നല്ല വസ്ത്രവും കൊണ്ട് ഉടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ വരണം. കല്യാണത്തിന് പോകുമ്പോൾ നല്ല വസ്ത്രം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നല്ല കൂടിയ വസ്ത്രങ്ങൾ. നിസ്കരിക്കാൻ വരുമ്പോൾ കൂറ കൈലിയും കൂറ ഉടുപ്പും. എന്തോ ഒരു കഷ്ടമാണ്. ചിലരെ തൊപ്പിയൊക്കെ കണ്ട 15 വർഷമായി കാണാം അത് കഴുകിയിട്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നിങ്ങൾ നിസ്കരിച്ചിട്ട് അങ്ങനത്തെ നിസ്കാരമൊന്നും അള്ളാഹുവിന് വേണ്ട. നല്ല ഭംഗി, ശുദ്ധി, നല്ല അടക്കവും ഒതുക്കവും ഭക്തിയൊക്കെ നല്ല മനസ്സമാധാനമായിട്ട് നമ്മൾ നമസ്കരിക്കണം. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും കിട്ടുന്ന ഒരു സാധനമാണ് നമസ്കാരം. അപ്പോൾ ആ നമസ്കാരം നിർവഹിക്കാൻ വരുമ്പോൾ അതിൻ്റെതായ വൃത്തിയോട് മര്യാദയോട് കൂടി വേണം നമ്മൾ കടന്നു വരാൻ. എല്ലാവരും ശ്രദ്ധിക്കണം. നല്ല വസ്ത്രങ്ങളും അത്രമൊക്കെ പൂശിയെ നമ്മൾ നമസ്കരിക്കാവും. ഉള്ളതിൽ ഏറ്റവും നല്ലൊരു വസ്ത്രവും സുഗന്ധവും പൂശേണം, തഖ്വായും കാണേണം. നിനക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രവുമായി അള്ളാഹുവിൻ്റെ മുന്നിൽ പോണം കേട്ടോ. ഇന്ന് പലരും ഉള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട വസ്ത്രവും അണിഞ്ഞുകൊണ്ടാണ് റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ. അത് ശരിയല്ല എന്ന് കൂടി ഞാനിവിടെ ഉണർത്തിപ്പോരുകയാണ് കേട്ടോ. മാത്രവുമല്ല, തഖ്വയും വേണം, സൂക്ഷ്മതയും വേണം. സ്ത്രീകളും ഓർക്കേണം, നിസ്കാര കുപ്പായം അങ്ങനെ ഒന്നാണ് ഇസ്ലാമിൽ ഇല്ലല്ലോ. പ്രത്യേകിച്ച് സഹോദരിമാർ മനസ്സിലാക്കണം, നിസ്കാര കുപ്പായം 6 മാസമായാലും കഴുകാതെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്ന് സഹോദരി, ഇസ്ലാമില്ല നമസ്കാര കുപ്പായത്തിന് യാതൊരു സ്ഥാനവുമില്ല കേട്ടോ.
നിന്റെ വൃത്തിയുള്ള ഭരതയും നിന്റെ ഔറത്ത് മറയ്ക്കാൻ വേണ്ടിയുള്ളതായ ഒരു തുണിയും നിനക്കുണ്ട് എങ്കിൽ അത് ധാരാളമാണ് പെണ്ണേ. കഴുകാത്തതായ കൂറ നമസ്കാര കുപ്പായം ഇടുന്നതിനേക്കാൾ നിന്റെ സുന്ദരമായ ഭരതയും ഒരു തലപ്പാവും ഉണ്ട് എങ്കിൽ നിന്റെ നമസ്കാരം എത്രയോ നന്നാണ് പെണ്ണേ. എൻ്റെ സ്ത്രീകൾ സഹോദരിമാർ ഓർക്കണം. ചിലരെ നമസ്കാരക്കുപ്പായം, ഞാൻ കളിയാക്കരുത്, ഞാൻ ഉള്ള കാര്യം പറയുകയാണ്. നമസ്കാരക്കുപ്പായമൊക്കെ 2, 3, 4 മാസം കഴിഞ്ഞാലും കഴുകത്തില്ല. ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാണ് ചിലർ, അല്ലെങ്കിൽ ഓരോ പെരുന്നാളിനൊക്കെയാണ് കുപ്പായങ്ങൾ കഴുകുന്നത്. ഇങ്ങനെ നിസ്കരിച്ചിട്ട് വീണ്ടും ഊരി അങ്ങ് ഇടും. അഴുക്കില്ലല്ലോ. അഴുക്കാണ്, വൃത്തിഹീനമാണ്. അള്ളാഹുവിന് ഇഷ്ടം എപ്പോഴും സുഗന്ധം പൂശുക, എപ്പോഴും വൃത്തിയായ വസ്ത്രം അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇടുക. നിസ്കാരക്കുപ്പായൊന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. നമ്മളെ ഉള്ളതിൽ ഏറ്റവും നല്ല ഒരു ഭരതയും ഒരു മക്കനെ അത് ഇട്ടുകൊണ്ട് നമ്മൾ നമസ്കരിച്ചാൽ അള്ളാഹുവിന് എന്തോ ഒരു ഇഷ്ടമാണെന്നറിയാമോ. ഈ കഴിവാത്ത നമസ്കാരക്കുപ്പായമൊക്കെ മാറ്റണം, മനസ്സിലായില്ലേ? അതൊക്കെ ഇപ്പോൾ കുറച്ച് തയ്യക്കാരൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇറക്കിയതാണ് നിസ്കരിക്കാൻ വേണ്ടി ഒരു കുപ്പായം. അങ്ങനെയൊന്നും ഒരു കുപ്പായമൊന്നുമില്ല. നമ്മളെ ഏറ്റവും നല്ല വസ്ത്രമിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് സഹോദരിമാർ നമസ്കരിക്കണം. നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിച്ചോ, പക്ഷേ അത് 2 ദിവസത്തിലൊരിക്കലെങ്കിലും കഴുകി അത്തറ് പൂശി വയ്ക്കണം. അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം ആ വസ്ത്രം കഴുകിയില്ല എങ്കിൽ നിങ്ങളെ നിസ്കാരം കൊണ്ട് അല്ലാഹു അക്ബർ, നിങ്ങൾ തൗബ ചെയ്തു, അല്ലാഹു നിങ്ങൾ ഇതുവരെ നിസ്കരിച്ചത് നിങ്ങൾ അല്ലാഹുവെ സ്വീകരിക്കണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യും. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഗൗരവം മനസ്സിലായല്ലോ. നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പോകുമ്പോൾ ഏറ്റവും മുന്തിയ വസ്ത്രവുമായിട്ട് നല്ല അത്രവുമൊക്കെ പൂശി സുഗന്ധവുമൊക്കെ പൂട്ടി നല്ല ബർക്കത്തോട് ജോറായി വേണം അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാൻ. അല്ലാതെ 16 ദിവസം കഴിവാത്ത നിസ്കാരക്കുപ്പായം ഇട്ടുകൊണ്ട് അള്ളാഹിൻ്റെ പേരിൽ അള്ളാഹിൻ്റെ മുന്നിൽ നിസ്കരിച്ച് സുജൂദ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. ഇതൊക്കെ അള്ളാഹു പറഞ്ഞാണ്, ഞാൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞല്ല കേട്ടോ. സ്ത്രീകളും ഓർക്കേണം നിസ്കാര കുപ്പായം അങ്ങനെ ഒന്നാണ് ഇസ്ലാമിൽ ഇല്ലല്ലോ. ഔറത്ത് മറയുന്ന ഏതൊരു വസ്ത്രവും നല്ലതും ശുദ്ധിയാം ധാരാളം മതിയല്ലോ. നിസ്കാരക്കുപ്പായത്തിന് സ്ഥാനം വേണമെങ്കിൽ അത് 1-ാം തരം ശുദ്ധിയായ വസ്ത്രമായിരിക്കണം, നല്ല മണമുള്ള വസ്ത്രമായിരിക്കണം, റഹ്മത്തിൻ്റെ മലക്കുകൾ അവരിഷ്ടപ്പെടുന്ന വസ്ത്രമായിരിക്കണം. അല്ലാതെ 16 ദിവസം കഴിവാത്തതായ നിസ്കാരക്കുപ്പായം ഇട്ടുകൊണ്ട് നമസ്കരിച്ചാൽ ആ നമസ്കാരം എവിടെ ചെന്ന് പതിക്കുമെന്ന് അല്ലാഹ് അവന് മാത്രമേ അറിയുകയുള്ളൂ കേട്ടോ. ഔറത്ത് മറയുന്ന ഏതൊരു വസ്ത്രവും നല്ലതും ശുദ്ധിയാം ധാരാളം മതിയല്ലോ. നിനക്കുള്ളതിൽ ഏറ്റവും നല്ല വില കൂടിയ വില മുന്തിയതായ പർദ്ദയിട്ടുകൊണ്ട് അതിൽ തലയിൽ തട്ടവും ഇട്ടുകൊണ്ട് നിന്റെ ഔറത്ത് മറച്ചുകൊണ്ട് സുഗന്ധവും പൂശിക്കൊണ്ട് നീ അള്ളാഹുവിൻ്റെ മുന്നിൽ പെണ്ണേ നിന്ന് നമസ്കരിച്ചാൽ നിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്, നിന്റെ ജീവിതത്തിൽ ഖൈറുണ്ട്, നിന്റെ മക്കൾ സ്വാലിഹീങ്ങളാണ്, നിന്റെ ഭർത്താവ് നിന്നെ ഇഷ്ടപ്പെടും. അല്ലാതെ വൃത്തിഹീനമായ കഴിവാത്ത നമസ്കാര കുപ്പായവും ഇട്ടുകൊണ്ട് സൈഡും കീറി വയറും കീറി എല്ലാം കീറി അലവലാതി ഒരു തട്ടവും ഇട്ടുകൊണ്ട് നിനക്ക് തോന്നുന്ന തരത്തിൽ നീ നമസ്കരിച്ചു പോയാൽ നിന്റെ നമസ്കാരം അല്ലാഹുവിന് വേണ്ട കേട്ടോ. നിസ്കാര കുപ്പായം അത് വേണ്ട എന്നല്ല, പിടിവാശി വേണ്ടെന്ന പറഞ്ഞതിൻ സാരമാ. നിസ്കാര കുപ്പായം നിങ്ങൾ ഉപയോഗിക്കല്ലേ എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ അതിന് വൃത്തി വേണം, അതിൽ സുഗന്ധം വേണം. 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആ നമസ്കാര കുപ്പായം ഒന്ന് കഴുകണം സഹോദരീ എന്ന് പറഞ്ഞതാണ് കേട്ടോ.
ഇനി പെരുന്നാളിനെ പറ്റിയാണ്. നാളെ പെരുന്നാളാണല്ലോ. നാളെയും പെരുന്നാളാ പെണ്ണെ നീ പോകല്ലേ, നിൻ വീട് വിട്ടോരു ഈദിൻ്റെ ഗാഹില്. നാളെ പെരുന്നാളാണല്ലോ, വലിയ പെരുന്നാളാണ്, ബലിപെരുന്നാളാണ്, ഈദുൽ അദ്ഹയാണ്. ഓ എൻ്റെ സഹോദരിമാരെ, നിങ്ങളുടെ വീട് വിട്ടുകൊണ്ട് ഇതാ ഈദ്ഗാഹിലേക്കെന്നും പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിനായി ഈദ്ഗാഹിലേക്ക് പോകുന്ന പരിപാടിയുണ്ടല്ലോ, അതിൽ ഇസ്ലാമിലില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഖുർആൻ അതിന് തെളിവില്ല. മഹാപണ്ഡിതന്മാർ പോലും അവരുടെ ഭാര്യമാരെ ഈദ്ഗാഹിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. എന്തിനേറെ ആദം നബി അലൈഹിസ്സലാം പെരുന്നാൾ കൊണ്ടിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം പെരുന്നാൾ കൊണ്ടിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെരുന്നാൾ കൊണ്ടിട്ടുണ്ട്. ഹാജറ ബീവിയെ ഈദ്ഗാഹിലേക്ക് അയച്ചില്ല കേട്ടോ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പെരുന്നാൾ കൊണ്ടിട്ട് അങ്ങനെ എത്ര പ്രവാചകന്മാർ. അവസാനം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എത്രയോ പെരുന്നാളുകൾ കൊണ്ടുപോയി. അവരാരും അവരുടെ ഭാര്യമാരെ ഈദ്ഗാഹിലേക്ക് കൊണ്ടുപോയ ഒരൊറ്റ ചരിത്രവും പറഞ്ഞിട്ടില്ല. ഓ പ്രവാചകരെ, നിങ്ങളുടെ ഭാര്യമാരെ പെരുന്നാളിൻ്റെ അന്ന് നമസ്കരിക്കാൻ വേണ്ടി ഈദ്ഗാഹിലേക്ക് കൊണ്ടുപോകണേ എന്ന് ഒരൊറ്റ കലാമും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമിൽ ഒരൊറ്റ ആയത്ത് പോലും അങ്ങനെ കൊണ്ടുപോണേ എന്ന് ഇല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ എന്തേ ഈ കുറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മാത്രം ഇത്തരതായ അഹങ്കാരം കൊണ്ട് പെണ്ണുങ്ങളെല്ലാം ഈദ്ഗാഹിൽ പോയി ദുആ ചെയ്യുകയാണ്, പെരുന്നാൾ നിസ്കരിക്കുകയാണ്. എന്തിനാണ് സഹോദരി ഈ പൊങ്ങച്ചം? എന്തിനാണ് ഇത്? നിങ്ങൾ ആരുടെ മാതൃകയാണ്? നിങ്ങൾ ഖുർആനെ പിൻപറ്റുന്നവരാണോ? എങ്കിൽ നിങ്ങൾ കേട്ടോ, താഴോട്ട് ഞാൻ പറയുകയാണ്. നാളെയും പെരുന്നാളാ പെണ്ണെ നീ പോകല്ലേ, നിൻ വീട് വിട്ടോര് ഈദിൻ്റെ ഗാഹില്. നിൻ്റെ വീട് വിട്ടുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകുന്ന പെണ്ണെ, അത് പാടില്ല കേട്ടോ. ശൈത്താൻ്റെ ചതിയാണ്. പലരും പറഞ്ഞാലും അവർക്കുമേ അറിയില്ലേ ദീനിൻ്റെ ഉൾക്കണ്ണ്. ഇപ്പോഴത്തെ കുറേ ആൾക്കാരുണ്ട്, സുബ്ഹാനല്ലാഹ്, ദീനിൻ്റെ അകക്കണ്ണവർക്കറിയില്ല, ദീനിൻ്റെ ഉൾക്കണ്ണവർക്ക് അറിയില്ല, പരിശുദ്ധമായ ഖുർആൻ്റെ ഉൾക്കണ്ണ് അവർക്കറിയില്ല. അവരൊരു കോലവുമായി ഇറങ്ങി വന്നിട്ട് അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങളെ, നിങ്ങൾ ഈദ്ഗാഹിലേക്ക് വരൂ, പട്ടിയും പൂച്ചയും തൂറുന്നതായ ഈദ്ഗാഹിലേക്ക് വരൂ എന്ന് വിളിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് എൻ്റെ സഹോദരിമാരെ അവിടേക്ക് ആനയിപ്പിക്കുകയാണ്. എന്തോരെ കഷ്ടമാണ്, തലതിരിഞ്ഞ ജീവിതമാണ്. അതൊന്നും ഇസ്ലാമിലില്ല. അള്ളാൻ്റെ റസൂൽ ഈദ്ഗാഹിൽ പോയിട്ടുണ്ട്, അവിടുത്തെ സഹാബത്ത് ഈദ്ഗാഹിൽ നമസ്കരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നറിയുമോ? ദീനിലേക്ക് ഒരുപാട് സഹാബത്ത് കടന്നു വന്നപ്പോൾ മദീന പള്ളിയിൽ അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് തുറസായ സ്ഥലത്ത്, നല്ല വൃത്തിയുള്ളതായ സ്ഥലത്ത് അവർ നമസ്കരിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ആ നമസ്കരിക്കുന്ന സ്ഥലത്തിനാണ് ഈദ്ഗാഹ് എന്ന് പറയുന്നത്. ആ സ്ഥലം പിന്നെ വേറെ ഒരു പരിപാടിക്കും അള്ളാൻ്റെ റസൂല് കൊടുത്തിട്ടില്ല, സഹാബത്തും വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെയോ ഈദ്ഗാഹ് മാത്രമാണ്. 2 പെരുന്നാൾ നമസ്കാരമുണ്ടോ, അത് മാത്രമാണ് ആ മൈതാനിയിൽ അള്ളാൻ്റെ റസൂല് നമസ്കരിച്ചിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ ഈദ്ഗാഹ് അങ്ങനെയാണോ? CPM-ൻ്റെ സമ്മേളനമുണ്ട്, CSDPIയുടെ സമ്മേളനമുണ്ട്, അതുപോലെ പട്ടി സ്നേഹികളുടെ സമ്മേളനമുണ്ട്, പൂച്ച സ്നേഹികളുടെ സമ്മേളനമുണ്ട്, കോൺഗ്രസിൻ്റെ സമ്മേളനമുണ്ട്, RSSൻ്റെ സമ്മേളനമുണ്ട്. അങ്ങനെ സകല നാറി സമ്മേളനങ്ങളും നടത്തിയ ഈ മൈതാനിയിൽ പോയിട്ട് എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ നമസ്കരിച്ചാൽ ആ നമസ്കാരം അല്ലാഹു ഇഷ്ടപ്പെടുമോ
എന്ന് ഒരു വേള നിങ്ങൾ പാതിരാത്രി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ സംഘടനയിൽ നിന്നൊക്കെ നിങ്ങൾ വ്യതിചലിച്ചുകൊണ്ട് പാതിരാത്രി ഒന്ന് ചിന്തിച്ച് നോക്കണേ എൻ്റെ മുസൽമാന്മാരെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈദ്ഗാഹിലേക്ക്, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ ഈദ്ഗാഹിലേക്ക് ഒരിക്കലും പോകല്ലേ. അതൊരു ഈദ്ഗാഹല്ല, അത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും RSSൻ്റെയും SDPI-യുടെയും പട്ടിച്ചിന്തകരുടെയും പൂച്ചച്ചിന്തകരുടെയും ഒക്കെ ഒരു താവളമാണ്, ഒരു സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാരും പോകല്ല് കേട്ടോ. അത് ശരിയായ പ്രവണതയല്ല. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ അങ്ങോട്ടേക്ക് കടന്നു പോകല്ല് കേട്ടോ. ദീനിൻ്റെ ചൈതന്യം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും കേട്ടോ. പിന്നെ നിങ്ങളിൽ ബാക്കിയുണ്ടാകുന്നത് ഭരതയുടെ നിറങ്ങൾ മാത്രമായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ സാക്ഷി നിർത്തി നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഈദ്ഗാഹിലേക്ക് പെണ്ണേ, നീ ഒരിക്കലും പോകരുത് കേട്ടോ. റസൂൽ അങ്ങനെ ഒരു സ്ത്രീയെയും ഈദ്ഗാഹിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അള്ളാഹു അങ്ങനെ ഒരു പ്രവാചകന്മാരോടും അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുമില്ല കേട്ടോ. പെണ്ണിൻ്റെ കടമയും ഞാനും പറയാമേ, പെരുന്നാളിൻ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു പെണ്ണ് അത് അവൾ എങ്ങനെയായിരിക്കണം പെരുന്നാൾ സുദിനത്തിൽ എങ്ങനെയാണെന്നിതാ പഠിച്ചുകൊള്ളുക. ഈദ്ഗാഹിലേക്ക് പോകലല്ല പെണ്ണേ. ഭർത്താവേ സന്തോഷം കൊണ്ട് നീ മൂടേണം, ശുദ്ധിയും വൃത്തിയും ആയി നീ നിൽക്കേണം. നിൻ്റെ ഭർത്താവുണ്ട് എങ്കിൽ, ഭർത്താവുള്ള ഒരു പെണ്ണാണ് എങ്കിൽ, ഓ പെണ്ണേ, നീ പെരുന്നാളിൻ്റെ ദിവസം എന്നും ഒരുങ്ങുന്നതിനേക്കാൾ നല്ല, ഏറ്റവും നല്ല ഭംഗിയിൽ നീ ഒരുങ്ങി നിൽക്കണം കേട്ടോ. നല്ല വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട്, സുഗന്ധം പൂശിക്കൊണ്ട്, ചിരിമായാതെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ ഭർത്താവിനോട് കിന്നാരം നീ പറയണം പെണ്ണേ. അതാണ് നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി, അല്ലാതെ ഈദ്ഗാഹിലേക്ക് പോകലല്ല. ശുദ്ധിയും വൃത്തിയും ആയി നീ നിൽക്കേണം. നല്ല വൃത്തിയോടുകൂടി നല്ല സുഗന്ധമൊക്കെ പൂശി അവന് ഇഷ്ടം തോന്നുന്ന രീതിയിൽ, അവന് ഹുബ്ബ് തോന്നുന്ന രീതിയിൽ, അവന് പ്രേമം തോന്നുന്ന രീതിയിൽ നീ നിൽക്കണം പെണ്ണേ. അതാണ് നിന്റെ സ്വർഗത്തിൻ്റെ വഴി കേട്ടോ. വീണ്ടും പറയുകയാണ്, മക്കൾക്ക് വേണ്ടത് നീ ചെയ്ത് കൊടുക്കേണം, ഭർത്താവേ സന്തോഷം കൊണ്ട് നീ മൂടേണം. അതുപോലെ നിൻ്റെ മക്കളുണ്ടല്ലോ, അവരെ വൃത്തിയാക്കണം, അവരെ നല്ല സുഗന്ധം പൂശണം. ആൺപിള്ളരാണെങ്കിലും കൊച്ചു പെൺപിള്ളരാണെങ്കിലും അവരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കണം നിൻ്റെ ഭർത്താവിനോടൊപ്പം. അതുപോലെ അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ നീ അവർക്ക് വെച്ചുണ്ടാക്കി വിളമ്പിക്കൊടുക്കണം പെണ്ണേ. അതാണ് നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി. അല്ലാതെ ഈദ്ഗാഹിലേക്ക് പോയാൽ നിനക്കത് സ്വർഗത്തിൻ്റെ വഴിയല്ല പെണ്ണേ. ഏത് ഹദീസാണ്, ഏത് ഖുർആനാണ്, ഏതാണ് നിങ്ങൾ പിൻപറ്റുന്നത്? പരിശുദ്ധമായ ഖുർആനാണോ, അള്ളാൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇങ്ങനെയാണോ നിങ്ങൾ പിൻപറ്റുന്നത് എങ്കിൽ ഈദ്ഗാഹിലേക്ക് നിങ്ങൾ പോകണ്ട. ഈ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം കേട്ടോ. തീർന്നില്ല, വീണ്ടും പറയുകയാണ്. ഞാൻ ചുരുക്കി അങ്ങ് പറയുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. നീയുമേ ഇത്രയും ചെയ്താൽ നന്നാണ്, സ്വർഗവും കിട്ടാനും ഇതുമതി തന്നാണ്. ഇങ്ങനെയാണ് എങ്കിൽ പെണ്ണേ നിനക്ക് സ്വർഗം തന്നെയാണ്, നിൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് തന്നെയാണ്, നിൻ്റെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി തന്നെയാണ്. അല്ലാതെ ഭർത്താവിന് ചായ കൊടുക്കാതെ, അവനെ വിളിച്ചുണർത്താതെ, അവനോട് സന്തോഷം പറയാതെ, മക്കളെ സ്നേഹിക്കാതെ,
അവർക്ക് കാപ്പി കൊടുക്കാതെ നീ ഇതാ പോകുന്നു പട്ടി തൂറിയതായ പന്നി തൂറിയതായ ഈദ്ഗാഹിലേക്ക് നീ ഒരു കറുത്ത പറുതയും ഇട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറുള്ള പറുതയും ഇട്ടുകൊണ്ട് അല്ലാ അല്ലാ അങ്ങനെ നടന്ന് ദജ്ജാൽ പോണാണക്ക് ഈദ്ഗാഹിലേക്ക് പോകുന്ന എൻ്റെ സഹോദരി, അത് സ്വർഗമല്ല. നീ ചിലപ്പോൾ അത് നരകത്തിൻ്റെ വഴിയായിരിക്കാം. അതൊന്ന് മാറ്റിപ്പിടിക്കണം കേട്ടോ. സമയമായിരിക്കുന്നു കേട്ടോ, മാറ്റിപ്പിടിക്കേണ്ട സമയമായിരിക്കുന്നു കേട്ടോ. എല്ലാവരും അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്, എല്ലാവരും ഖുർആനിലേക്ക് അടുക്കുകയാണ്. നമ്മളെന്തേ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും വിട്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. വീണ്ടും പറയുകയാണ്, തീർന്നില്ല, ഒരു മർമ്മപ്രധാനമായ കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. സമയവും ഉണ്ടെങ്കിൽ നിറവേറ്റി നമസ്കാരം റക്അത്ത് 2 ധൃതിയിൽ വേണ്ടാന്നേ. നിൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് നിൻ്റെ മക്കളെ സന്തോഷിപ്പിച്ച് അങ്ങനെ നിനക്ക് സമയം ബാക്കി വന്നാൽ, നിനക്ക് നമസ്കാരത്തിൻ്റെ സമയവും കൂടി ബാക്കി വന്നാൽ, ഇനിയും നിനക്ക് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയവും ഉണ്ട് എങ്കിൽ സമാധാനമായി നിൻ്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് 2 റക്അത്ത് സുന്നത്ത് പെണ്ണേ നീ നമസ്കരിച്ചോ. എന്നിട്ട് നിന്റെ കുടുംബജീവിതം നന്നാകാൻ വേണ്ടി നീ ദുആ ചെയ്തോ. അല്ലാഹു നിനക്ക് കാവൽ തരും പെണ്ണേ, നിന്റെ കുടുംബജീവിതം നന്നാക്കും പെണ്ണേ. അല്ലാതെ ഈദ്ഗാഹിലേക്ക് പോയി മഹിമ കാണിച്ചിട്ടും മേന്മ കാണിച്ചിട്ടും പ്രയോജനമില്ല. പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെയാണ്, പൂച്ച ഇങ്ങനെ വീട്ടിൻ്റെ പുറകെ കറങ്ങി നടക്കുന്നത് പോലെയാണ്. അകത്തിരിക്കുന്ന മീനുണ്ടല്ലോ, അകത്തിരിക്കുന്ന ഇറച്ചിയുണ്ടല്ലോ, അതിൻ്റെ മണം പിടിച്ച് വീട്ടിൻ്റെ പുറത്ത് പൂച്ച ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട്. ആ പൂച്ചയെ പോലെ ആകിപ്പോകല്ലേ എൻ്റെ പൊന്നു സഹോദരിമാരേ. ഭർത്താവ് ചാരത്ത് ഉണ്ടെങ്കിൽ പെണ്ണേ നീ മൈലാഞ്ചിയിട്ടേക്ക് അവൻ്റെ ഹീതത്താലെ. എല്ലാവർക്കും മൈലാഞ്ചി സുന്നത്തല്ല. ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ അടുക്കൽ ഭർത്താവുണ്ടോ, അതും ഭർത്താവ് ആ പെണ്ണിൻ്റെ അടുക്കലുണ്ട് എങ്കിൽ മാത്രം ആ പെണ്ണിന് മാത്രമാണ് മൈലാഞ്ചി സുന്നത്ത് കേട്ടോ. അല്ലാതെ കെട്ടിക്കാനുള്ള പെണ്ണിന് സുന്നത്തില്ല. ആ ഭർത്താവ് ഇല്ലാത്ത പെണ്ണിന് മൈലാഞ്ചിയിടൽ സുന്നത്തില്ല. ഭർത്താവ് ഏതൊരു പെണ്ണിൻ്റെ അടുത്തുണ്ടോ അവൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. അത് സുന്നത്താകുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഭർത്താവിൻ്റെ ഹിതത്തോടുകൂടി അവൻ്റെ ഇഷ്ടത്തോടുകൂടി അവൻ്റെ ഹുബ്ബോടുകൂടിയാണ് പെണ്ണേ നീ മൈലാഞ്ചി ഇടേണ്ടത് കേട്ടോ. അല്ലാതെ നിൻ്റെ ഇഷ്ടത്തിന് പോലും മൈലാഞ്ചി ഇട്ടാൽ അത് തെറ്റ് തന്നെയാണ്. നിൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം നോക്കി നീ മൈലാഞ്ചി ഇട്ടവനെ സന്തോഷിപ്പിച്ചാൽ അത് ഖൈറ് തന്നെയാണ്, അത് സുന്നത്ത് തന്നെയാണ്. ആയിഷ ബീവി ചെയ്ത പ്രവണതയാണ്, ഖദീജ ബീവി ചെയ്ത പ്രവണതയാണ്. തെളിവുണ്ട് സഹോദരികളെ, തെളിവുണ്ട് സഹോദരന്മാരെ. നമ്മൾ എത്രയോ പഠിക്കാനിരിക്കുന്നു, എത്രയോ നമ്മൾ ദീനിനെ മനസ്സിലാക്കാനിരിക്കുന്നു. ഖുർആൻ അങ്ങോട്ട് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്തെല്ലാം അറിവുകൾ നമുക്ക് കിട്ടുമെന്നറിയുമോ? ഇനി മൈലാഞ്ചി എങ്ങനെയാണ് നമ്മളുടെ കൈകളിലും നഖങ്ങളിലും കാലുകളിലും ഇടേണ്ടതെന്നറിയുമോ? ഈ വരവ് മൈലാഞ്ചി ഇട്ടാൽ നമ്മളുടെ നമസ്കാരം ബാത്തിലാണ്, നമ്മളുടെ കുളി ബാത്തിലാണ്, നമ്മളുടെ എല്ലാ അമലുകളും ബാത്തിലാണ്. കാരണം എന്തെന്നറിയുമോ? ഈ മൈലാഞ്ചി വരവ് മൈലാഞ്ചി ഇട്ടാൽ അവിടെ വധുവിൻ്റെ വെള്ളം ചേരുകയില്ല. ജനാപത്ത് കുളി നമ്മൾ കുളിക്കുകയാണ് എങ്കിൽ ആ വെള്ളം ചേരുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, മൈലാഞ്ചി ചെടിയുണ്ടോ അതിൻ്റെ അടുക്കൽ നിങ്ങൾ ചെല്ലണം കേട്ടോ. അതിൽ മുറ്റിയ ഇലയുണ്ടോ ആ മുറ്റിയ ഇല നിങ്ങൾ പറിക്കണം
പറിക്കണം കേട്ടോ. അത് പറിച്ച് കുറച്ച് നേരം നിങ്ങളത് വെള്ളത്തിലിടണം കേട്ടോ. എന്നിട്ട് ഊറ്റിയെടുത്തുകൊണ്ട് അതിനെ അങ്ങോട്ട് വേറെ ഒന്നും ചേർക്കാതെ ആ ഇല തന്നെ അങ്ങോട്ട് അരച്ച് അരയ്ക്കണം കേട്ടോ. അതങ്ങനെ രാത്രി സന്ധ്യാസമയം കഴിഞ്ഞ് രാത്രി നിങ്ങൾ അരച്ച് വെക്കണം കേട്ടോ. സുബഹിൻ്റെ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കണം കേട്ടോ. അവനെ കൊണ്ട് ഇടാൻ കഴിയില്ല എങ്കിൽ അവൻ നിങ്ങളുടെ ചാരത്ത് വിളിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തോടു കൂടി മാത്രമേ നിങ്ങൾ മൈലാഞ്ചി ഇടണം കേട്ടോ. ഇതാണ് ചര്യ, ഇതാണ് സുന്നത്ത് കേട്ടോ. അല്ലാതെ ഉള്ളതൊന്നും സുന്നത്തല്ല. പിന്നെ എന്താണ്? അകത്തിരിക്കുന്ന മത്സ്യവും മാംസവും കണ്ടുകൊണ്ട് അതിൻ്റെ മണം പിടിച്ചുകൊണ്ട് പൂച്ച വീട്ടിൻ്റെ വെളിയിൽ കറങ്ങി നടന്നതുകൊണ്ട് ആ പൂച്ചയ്ക്ക് വല്ല പ്രയോജനവും ഉണ്ടോ? അതുപോലെ തന്നെയാണ് ഇതൊക്കെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അറിവ് പഠിക്കണം കേട്ടോ, അതനുസരിച്ച് പ്രവർത്തിക്കണം കേട്ടോ. അള്ളാഹു കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, ഖുർആനെ ഉൾക്കണ്ണ് കൊണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കാൻ, അതിനെ നല്ലതുപോലെ പഠിച്ച് അതിനെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.